അമ്മേ, അമ്മേ, എന്തിനാടാ കിടന്ന് കാറുന്നത്? ഞാൻ ഇവിടെ ഉണ്ട്, ചത്തിട്ടില്ല. അമ്മേ, ജീവേട്ടൻ ഇന്നും ആരോടോ തല്ലുണ്ടാക്കി. കവലെ പോലീസ് വന്നെന്നാ കേട്ടെ. നന്നായി പോയി. പോലീസ് വന്നതുപോലെ തിരിച്ചു പോയിക്കോളും. കൊടുക്കാനുള്ളത് കൊടുത്തോ വാങ്ങാനുള്ളത് വാങ്ങിയോ അവൻ ഇങ്ങ് പോന്നോളും. അതിന് നീ ഇങ്ങനെ കിതച്ചിട്ടെന്താ കാര്യം ഇപ്പോൾ? ദേവുമ്മ ഒരു ഭാവമാറ്റവും കൂടാതെ പറഞ്ഞുകൊണ്ട് അടുക്കള മുറ്റത്തേക്ക് ഇറങ്ങി. ഏട്ടനെ പോലീസ് കൊണ്ടുപോവോ അപ്പോ? വേദു പേടിയോടെ ചോദിച്ചു. കൊണ്ടുപോവൊന്നുമില്ല. ഇനി കൊണ്ടുപോവോ? അപ്പു ചിന്തിച്ചു. ഇല്ല, അവൻ തന്നെ മറുപടി പറഞ്ഞു. അമ്മേ, എനിക്കും ചോറ്. മുന്നിൽ നിൽക്കുന്ന വേദുവും ദീപുവും കഴിക്കുന്നത് കണ്ട് അവനും കൊതിയായി. മേലാകെ പൊടിയാപ്പോ, പോയി മേക്കഴുകി വാ, എന്നിട്ട് കഴിക്കാം, വേദു അവനോട് പറഞ്ഞു. അമ്മേ. അത് മൈൻഡ് ചെയ്യാതെ അപ്പോൾ വീണ്ടും അമ്മയെ വിളിച്ചു. ഈ എരണം കെട്ടവൻ, ഇത്തിരി ചോറ് അവനെ വിളമ്പി കൊടുക്ക് വേദു, ദേവുമ്മ ഒരു ഞൊടിച്ചിലോടെ പുറത്തു നിന്നും വിളിച്ചു പറഞ്ഞു. അമ്മ കഴിക്കാൻ അനുവാദം തന്നതും അപ്പു വേദുവിനെ നോക്കി നന്നായി ഒന്ന് ഇളിച്ചു. അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് അവൾ ഒരു പ്ലേറ്റ് എടുത്ത് അവന് ചോറ് വിളമ്പി. കുറച്ചുകൂടെ ഇട്ടോ, വേദു ചോറ് വിളമ്പുന്നത് നോക്കി അപ്പു ഇന്നസെന്റ് സ്റ്റൈലിൽ പറഞ്ഞു. മിണ്ടാതിരിക്കടാ. അമ്മേ, പൊരിച്ചതുണ്ടാ? അപ്പു വീണ്ടും പുറത്തേക്ക് വിളിച്ചു ചോദിച്ചു. ഇല്ല, രാത്രി കഴിക്കാം, ഇപ്പൊ കറിയിലെ മീൻ കൂട്ടി കഴിക്കടാ, ദേവുമ്മയുടെ മറുപടിയും വന്നു. എന്നാൽ ഞാൻ 2 മീനെടുക്കും, നിന്റെ കൈ ഞാൻ വെട്ടും. എനിക്കൊന്നു മതി. അപ്പു വേഗം വേദു നീട്ടിയ ചോറ് വാങ്ങി ദീപുവിൻ്റെ കൂടെ നിലത്ത് ചമ്രം പടിഞ്ഞിരുന്നു. ഏട്ടൻ ആരോടാ വഴക്കുണ്ടാക്കിയേ? ദീപു കഴിക്കുന്നതിനിടെ അപ്പുവിനോട് ചോദിച്ചു. എനിക്കറിയില്ല. പിന്നെ ഉണ്ണിക്കുട്ടൻ പറഞ്ഞു നിഹാരത്തിൽ അഖിലേട്ടനെ എടുത്തിട്ട് പൂശിയതാണെന്ന്. ഏത്? ആ പുതിയ കിളിയോ? ദീപുവിന് ആവേശം കൂടി. അവൾ അല്പം കൂടി അപ്പുവിൻ്റെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. അത് തന്നെ. എന്നാ ഏട്ടൻ ചെയ്തതൊരു നല്ല കാര്യമാണ്. ഇന്നലെ ഞങ്ങൾ എത്ര നേരം കാത്തു നിന്നിട്ടാ ബസ് കിട്ടിയെന്നറിയോ? നിഹാരം വന്ന് അങ്ങേ തലക്കിൽ കൊണ്ടുപോയി നിർത്തി. ഓടിക്കിതച്ചു പോയി വരി നിന്നപ്പോൾ 5-6 പിള്ളേരെ മാത്രം കയറ്റി ആ ചേട്ടൻ ബെല്ലടിച്ചു. ദുഷ്ടൻ, അങ്ങനെ തന്നെ വേണം. പിന്നെ നിനക്കൊരു കാര്യം അറിയോ? ദീപു ഒരു രഹസ്യം പോലെ അവനോട് ചോദിച്ചു. നിന്റെ മീൻ എനിക്ക് തരോടി, രാത്രി പൊരിച്ചത് കിട്ടിയ എൻ്റെ ഒരു പീസ് നിനക്ക് തരാം. അപ്പു ദീപുവിൻ്റെ പ്ലേറ്റിലേക്ക് നോക്കി കാര്യമായി ചോദിച്ചു. വേദുവിന് ചിരി വന്നു. രാത്രി തരുമോ? പറ്റിക്കില്ലല്ലോ. ദീപു സ്വന്തം പ്ലേറ്റിലെ മീനിന്ന് നോക്കി അപ്പുവിനോട് ചോദിച്ചു. ഇല്ലടി. അപ്പു ആ മീനെടുത്ത് അവൻ്റെ പ്ലേറ്റിലേക്കിട്ടു. ഇനി പറ. അത് പിന്നെ നമ്മുടെ അമ്പലത്തിൻ്റെ അപ്പുറത്തെ ആ മഞ്ഞ പെയിൻ്റടിച്ച വീട്ടിലെ ചേച്ചിയില്ലേ, രാധിക, നല്ല നിറമുള്ള. മനസ്സിലായി. ആ ചേച്ചിയും ഈ അഖിലേട്ടനും ലവ്വാ. ആര് പറഞ്ഞു? അപ്പു കണ്ണു മിഴിച്ചു ചോദിച്ചു. ഹരിത പറഞ്ഞു. അവൾ കണ്ടിട്ടുണ്ട് അവർ രണ്ടാളും ബസ്സിൽ നിന്ന് ഒളിഞ്ഞു നോക്കുന്നതൊക്കെ. പിന്നെ ആ ചേട്ടൻ ഹരിതേച്ചിയെ കയറ്റാതെ ബസ് എടുക്കൂല. അപ്പു എന്തോ വലിയൊരറിവ് നേടിയ ആളെ പോലെ ഒന്ന് മൂളി. വേദു അവരുടെ 2 പേരുടെയും ഭാവം നോക്കിയിരുന്നു. ഏട്ടൻ വരുമ്പോൾ ഹുസൈനിക്കാൻ്റെ കടയിൽ നിന്ന് പരിപ്പോട് കൊണ്ടുവരുമ്പോൾ അപ്പു വേദു പെട്ടെന്ന് ഓർമ്മ വന്ന കാര്യം ചോദിച്ചു. ഇന്ന് അടിയുണ്ടാക്കി, പോലീസ് വന്നു, കേസായോ ഇല്ലയോ എന്ന് ഉറപ്പില്ല. എന്തുകൊണ്ടും ഏട്ടന് നല്ലൊരു ദിവസമാണല്ലോ. കൊണ്ടുവരും, പലഹാരം കൊണ്ടുവരും. അവൻ കഴിച്ചു കഴിഞ്ഞ പ്ലേറ്റിൽ താളം പിടിച്ചുകൊണ്ട് പറഞ്ഞു. വെറുതെയാ, ഇന്ന് മൂക്കറ്റം കുടിച്ചവൻ ചിലപ്പോൾ വരുന്നത്. അതായി താളം. രാത്രി ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ് ഋഷിയും കുടുംബവും. വിശ്വനാഥനും ഗീതയ്ക്കും 3 മക്കളാണ്. ഋഷികേഷ് ആള് ഡോക്ടറാണ്. അത്ര വലിയ ഡോക്ടറൊന്നുമല്ല. പഠിച്ചിറങ്ങി ഈ അടുത്താണ് ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തത്, പീഡിയാട്രീഷ്യൻ. 2ാമത്തെ ആൾ ഋതു. മെഡിക്കൽ ഫീൽഡിൽ തന്നെയാണ് ജോലി. അനസ്തേഷ്യ വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്നു. പിന്നെ കൃഷ്ണ MSc സൈക്കോളജി പഠിക്കുന്നു. ആൾ വീട്ടിലില്ല, ബാംഗ്ലൂരാണ്. വിശ്വനാഥൻ ഒരു കാർഡിയാക് സർജനാണ്. ഗീത ഒരു ഹോമിയോ ഡോക്ടർ. ഹോസ്പിറ്റലിൽ പോകുന്നില്ല, വീട്ടിൽ വരുന്ന ചില രോഗികളെ വളരെ കുറഞ്ഞ ഫീസിൽ നോക്കുന്നു. അച്ഛാ, ഋഷിക്കൊരു കാര്യം പറയാനുണ്ടെന്ന്. കഴിക്കുന്നതിനിടയിൽ ഋതു സംസാരത്തിന് തുടക്കമിട്ടു. എന്താടാ, വല്ല പ്രേമപ്പനിയും പിടിച്ചോ? വിശ്വനാഥൻ ഒരു ചിരിയോടെയാണ് തിരക്കിയത്. യെസ്, ഋഷി പെട്ടെന്നങ്ങ് സമ്മതിച്ചു കൊടുത്തു. ഗീതയും വിശ്വനാഥനും അവൻ്റെ മറുപടിയിൽ അതിശയിച്ചുപോയി.
ആരാ റിച്ചു, ഫോട്ടോ ഉണ്ടോ? ഗീത സന്തോഷത്തോടെ ചോദിച്ചു. ഫോട്ടോ ഒക്കെ ഉണ്ട്, കാണിച്ചും തരാം. പക്ഷേ രണ്ടാളും എനിക്ക് വാക്ക് തരണം, ഞങ്ങളുടെ വിവാഹം നടത്തിത്തരുമെന്ന്. ഒരെതിർപ്പും പറയില്ലെന്ന്. ഋഷി അമ്മയെയും അച്ഛനെയും നോക്കി ഒരു മുൻകരുതൽ പോലെയാണത് പറഞ്ഞത്. നീ ആദ്യം ഒന്ന് കാണിക്കടാ, വിശ്വനാഥൻ പറഞ്ഞു. ഋഷി അവൻ്റെ മൊബൈൽ എടുത്ത് വേദുവും ഋഷിയും നിൽക്കുന്നൊരു ഫോട്ടോ അവർക്ക് നേരെ നീട്ടി. നന്നേ വെളുത്ത നിറമില്ലാത്ത അല്പം മെലിഞ്ഞ പ്രകൃതമുള്ള ഒരു പെൺകുട്ടി, ഒരു നാടൻ ചേല്, കാണാൻ പ്രത്യേക ഒരു ഭംഗിയൊക്കെ ഉണ്ട്. കൊള്ളാം, എനിക്കിഷ്ടായി, ഋതു പെട്ടെന്ന് പറഞ്ഞു. ഋഷി അമ്മയെയും അച്ഛനെയും നോക്കി അവരുടെ അഭിപ്രായം അറിയാൻ. ഗീത ഒട്ടും പുഞ്ചിരിയില്ലാത്ത മുഖവുമായി വിശ്വനാഥനെ നോക്കി. അയാളുടെ മുഖവും ഗൗരവമാണ്. ഋഷിക്ക് ചെറിയൊരു ഭയം നിറഞ്ഞു. വേദു നല്ല കുട്ടിയാച്ചാ, പാവാണ്, ഒരു പേടിത്തൊണ്ടി, എന്നെ ഒത്തിരി ഇഷ്ടാ, ഋഷി ചെറിയൊരു ടെൻഷനോടെ പറഞ്ഞു. ഗീത മകൻ്റെ ഭയം നിറഞ്ഞ ഭാവത്തിലും സംസാരത്തിലും അറിയാതെ പൊട്ടിച്ചിരിച്ചുപോയി. ശേ, താനെന്തു പണിയാടോ കാണിച്ചേ, കുറച്ചു നേരം കൂടി ഇവനെ മുൾമുനയിൽ നിർത്താമായിരുന്നല്ലോ, വിശ്വനാഥൻ ഗീതയെ നോക്കി കളിയോടെ പറഞ്ഞു. ദേ, രണ്ടാളും കൂടെ ആളെ തിരിക്കല്ലേ, അമ്മ പറ, ഇഷ്ടായോ? ഇഷ്ടായി, പക്ഷേ ഞാൻ കരുതിയത് നീ അല്പം മോഡേൺ പെൺകുട്ടികളെ ആയിരിക്കും സെലക്ട് ചെയ്യുക എന്നായിരുന്നു. അച്ഛനോ, ഇഷ്ടായില്ലേ? ആ, തരക്കേടില്ല. എങ്കിലും ഇതിലും കൊള്ളാവുന്നൊരു കുട്ടിയെ ഋഷി ഡോക്ടർക്ക് കിട്ടുമായിരുന്നു. വേണ്ടെന്നേ, ഇതിലും ബെസ്റ്റായ ഒരു കുട്ടിയെയും ഋഷിക്ക് വേണ്ട. ഈ പാവം പിടിച്ച പെണ്ണിനെ മതി. ഋഷി അച്ഛനെ നോക്കി കണ്ണിറുക്കി ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു. ആ, നിന്റെ ഇഷ്ടം ഏതാണോ അതങ്ങനെ തന്നെ നടക്കട്ടെ. അല്ല, എവിടെയാ ഈ മരുമകളുടെ നാട്? എന്തായാലും ഈ നാട്ടുകാരി അല്ലെന്ന് ഉറപ്പാ. നീ ആ ഫോട്ടോ എങ്ങിതാ, ഞാൻ കൃഷ്ണയ്ക്ക് അയച്ചു കൊടുക്കട്ടെ. അവിടുത്തെ അഭിപ്രായം കൂടി അറിഞ്ഞിട്ട് മതി തീരുമാനം. ഋതു അവൻ്റെ കയ്യിൽ നിന്നും ഫോൺ പിടിച്ചു വാങ്ങിക്കൊണ്ട് പറഞ്ഞു. അതൊക്കെ എപ്പോഴേ കണ്ടതാ, കണ്ടിഷ്ടപ്പെട്ടതുമാണ്. നീ ഫോണിങ്ങിതാ. ദേ അച്ഛാ, ഇത് ചീറ്റിംഗ് ആണ്. ഞാനും ഇവരെ പോലെയല്ലേ, ഒരാൾക്ക് മാത്രം കാണിച്ചു കൊടുത്തു. എന്നോട് ഇവൻ ഈ കാര്യം പറയുന്നത് മിനിഞ്ഞാന്നാ. ഋതു ഒരു വഴക്കിന് തുടക്കമിട്ടു. പരാതി പറയുന്നതിനോടൊപ്പം അവൻ്റെ മുടിയിൽ പിടിച്ചു വലിച്ചു. ആ ഡീ, അല്ലെങ്കിലേ ഹെയർ ഫോൾ ഉണ്ട്, നീ പിടിച്ച് വലിച്ചൂടെ ചെയ്താൽ ഞാൻ എപ്പോൾ കഷണ്ടിയായെന്ന് ചോദിച്ചാൽ മതി. വിട്ടേ, വിടഡീ. എൻ്റെ ഋതു, ഞാൻ പക്ഷഭേദം കാണിച്ചിട്ടില്ല, എന്നെ പൊക്കിയതാടി. ഞാനും വേദുവും ബീച്ചിൽ പോയപ്പോൾ കയ്യോടെ പൊക്കി, അങ്ങനെ കണ്ടതാ. നീ പിടിവിട്. സത്യം? ഋതു അവനെ സൂക്ഷിച്ചു നോക്കി. സത്യം, നീ വേണേ വിളിച്ച് ചോദിച്ചു നോക്ക്. അപ്പോൾ ആ പ്രശ്നത്തിന് പരിഹാരമായല്ലോ. ഇനി ഞാൻ ചോദിച്ചതിന് മറുപടി താ. ആ കുട്ടിയുടെ വീടെവിടെയാ? പേരെന്താ? ജോലി ചെയ്യുന്നുണ്ടോ? വിശ്വനാഥൻ കാര്യമായി തന്നെ ചോദിച്ചു. പേര് വേദിക. ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലാണ് അവൾ BSc നഴ്സിംഗ് പഠിക്കുന്നത്. ഇന്നലത്തോടെ പ്രാക്ടീസ് ടൈം കഴിഞ്ഞു. ഇന്നുച്ചയ്ക്ക് അവളുടെ നാട്ടിലേക്ക് തിരിച്ചുപോയി. പാലക്കാട് ജില്ലയിൽ ഒരു ചെറിയ നാട്ടിൻപുറമാണ്. അവളുടെ വീട്ടിൽ അമ്മയും ഏട്ടനും അനിയനും അനിയത്തിയും ഒക്കെ ഉണ്ട്. അനിയത്തി 10ൽ പഠിക്കുന്നു, അനിയൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ, ഏട്ടൻ ബസ് ഡ്രൈവറാണ്. അമ്മ ആദ്യം എന്തോ ചെറിയ ജോലിക്കൊക്കെ പോയിരുന്നു, ഇപ്പോൾ പോകുന്നില്ല. ഇത്ര അറിഞ്ഞാൽ മതിയോ അച്ഛന്? ഋഷി ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞുകൊണ്ട് ചോദിച്ചു. മതി. അപ്പോൾ പാവപ്പെട്ട വീട്ടിലെ കുട്ടിയല്ലേ? യെസ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ അച്ഛന്? എനിക്കെന്ത് പ്രശ്നം? അവൾ നിൻ്റെ കൂടെയല്ലേ ജീവിക്കുന്നത്, നീയല്ലേ അവളെ നോക്കേണ്ടത്. സോ നാളെ ഈ പോരായ്മകളൊന്നും നിനക്ക് ബുദ്ധിമുട്ടാവില്ല എങ്കിൽ അവളുടെ കാര്യങ്ങൾ ഒരു മടിയും കൂടാതെ ചെയ്തു കൊടുക്കാമെന്ന വിശ്വാസമുണ്ടെങ്കിൽ നീ കെട്ടിക്കോ. വിവാഹം ഞങ്ങൾ നടത്തിത്തരാം. വിശ്വനാഥൻ കഴിച്ചെഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞു. എന്നാൽ നമുക്ക് അവളുടെ വീട്ടിൽ പോയി സംസാരിക്കാം. ഋഷി അച്ഛൻ്റെ പിന്നാലെ നടന്നു. ഇപ്പം വേണോ? വിശ്വനാഥൻ അവനെ കളിയാക്കി. ഓ അല്ലച്ചാ, നാളെയോ മറ്റന്നാളോ പോകാം. അവനിൽ വീണ്ടും പ്രതീക്ഷകൾ നിറഞ്ഞു. അടുത്ത സാറ്റർഡേ പോകാം, അന്നെനിക്ക് ലീവാ. നിനക്കോ? അയാൾ കൈ കഴുകി ടവലിൽ തുടച്ചുകൊണ്ട് ചോദിച്ചു. എനിക്കും ലീവാ. ഋഷി ആഹ്ലാദിച്ചു. എന്നാൽ ഞാനും ലീവ്. അമ്മയോ? ഞാനും. അപ്പോൾ കണ്ണനോ? നിങ്ങളൊന്നും വേണ്ട. ആദ്യം ഞാനും ഋഷിയും പോയി സംസാരിച്ചു വരാം. എന്നിട്ട് പിന്നെ നല്ലൊരു ദിവസം നോക്കി നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പോകാം. അത് മതി. വിശ്വനാഥൻ തീരുമാനം പറഞ്ഞു. എല്ലാവരും അത് സമ്മതിക്കുകയും ചെയ്തു. കുറച്ചു നേരം കൂടി അവരുടെ മുമ്പിൽ തിരിഞ്ഞു കളിച്ചുകൊണ്ട് മെല്ലെ മെല്ലെ ഋഷി അവൻ്റെ റൂമിലേക്ക് കയറി ഡോറടച്ചു.
ഈ വിവരം എത്രയും പെട്ടെന്ന് വേദുവിനെ അറിയിക്കണം. അവൻ ഫോൺ എടുത്ത് ബെഡിലേക്ക് മലർന്നു കിടന്നു. ഫോൺ എടുത്തപ്പോഴാണ് കൃഷ്ണയുടെ ഒരു റിപ്ലൈ കണ്ടത്. നീ തങ്കപ്പനല്ലടാ, പൊന്നപ്പനാ പൊന്നപ്പൻ. ജനാർദ്ദനൻ ചേട്ടൻ്റെ ഒരു സ്റ്റിക്കർ. ഒരു ടീച്ചർ കുട്ടിയുടെ ചന്തിക്കിട്ട് 4 പിടയ്ക്കുന്ന സ്റ്റിക്കർ ഋഷി തിരികെ അയച്ചു. ശേഷം വേദുവിൻ്റെ നമ്പർ എടുത്തു. വിളിക്കാൻ കഴിയില്ല, രാത്രി എന്തായാലും വിളിക്കണമെന്നൊരു മെസ്സേജ് അവൾക്ക് അയച്ചുകൊണ്ടവൻ അവളുടെ മറുപടിക്കായി കാത്തിരുന്നു. അമ്മേ, എൻ്റെ പെന്നിലെ മഷി തീർന്നേ, നാളെ എനിക്കൊരു 5 രൂപ തരണേ. രാത്രി ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കെ ദീപു അമ്മയോട് വിളിച്ചു പറഞ്ഞു. എൻ്റെ കയ്യിലുണ്ട് പേന, ഞാൻ തരാം. വേദു വേഗം അവളുടെ ബാഗിൽ നിന്നും 2 പെന്നുള്ളതെടുത്ത് ദീപുവിന് കൊടുത്തു. അപ്പു അവൻ്റെ മൊബൈലിൽ ഗെയിം കളിച്ചുകൊണ്ട് അവിടെ ഉമ്മറത്തിണ്ണയിലിരിക്കുകയാണ്. അതിനടുത്തായി തന്നെ ദേവുമ്മയും ആലോചനയോടെ ഇരിക്കുന്നുണ്ട്. ദീപു ഉള്ളതുകൊണ്ട് തന്നെ വേദുവിന് ഫോൺ എടുത്ത് നോക്കാൻ വയ്യ. കണ്ടാ പിന്നെ അത് വേദുവിന് കിട്ടില്ല. നെറ്റില്ല എന്നൊരു കള്ളം പറഞ്ഞതുകൊണ്ടാ ഇപ്പോൾ ദീപു ഫോൺ ചോദിക്കാതിരിക്കുന്നത്. അവൻ വരുന്നതിന് മുന്നേ പോയി വല്ലതും കഴിച്ച് കിടന്നുറങ്ങാൻ നോക്ക് പിള്ളേരെ. ദേവുമ്മ ഉമ്മറത്ത് നിന്ന് എഴുന്നേറ്റ് അകത്തേക്ക് നടന്നു. പിന്നെ അവർ 4 ആളും ഒരുമിച്ചിരുന്ന് തന്നെ ചോറ് കഴിച്ച് ബാക്കിയുള്ള ചോറ് ഒരു സ്റ്റീൽ പ്ലേറ്റിൽ വിളമ്പി അതിനു മേലെ ഒരു പൊരിച്ച മീനും വെച്ച് മറ്റൊരു സ്റ്റീൽ പാത്രം കൊണ്ട് അടച്ചു വെച്ചു. ആ ചട്ടിയിലെ കറി ഒരു ചെറിയ പാത്രത്തിലോട്ട് ഒഴിച്ചു വെച്ചേരെ. ആകെ ഒരു ചട്ടിയേ ഉള്ളൂ. അതുകൂടെ പൊട്ടിയാൽ പിന്നെ കറി വെക്കാൻ വേറെ ഇല്ല. വേദു വേഗം കറി മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെച്ച് അതും അടച്ചു വെച്ചു. ദേവുമ്മ അടുക്കള ഒതുക്കി റൂമിൽ അപ്പൂന് കിടക്കാനുള്ള പായ വിരിച്ചു കൊടുത്തു. ആകെ 2 റൂമാണുള്ളത്. ഒന്നിൽ വേദുവും ദീപുവും കിടക്കും, മറ്റേതിൽ അപ്പുവും ദേവുമ്മയും. പിന്നെ കോലായിയോട് ചേർന്ന് നന്നേ ചെറിയൊരു റൂമുണ്ട്. ഒരാൾക്ക് കിടക്കാൻ പാകത്തിൽ ഒരു കട്ടിലും. ഇത് കോലായിലേക്ക് വെക്കണോ അമ്മേ? ഇവിടെ വെച്ചാൽ മതിയോ? ഏട്ടനുള്ള ഭക്ഷണം കയ്യിൽ പിടിച്ചുകൊണ്ട് വേദു അമ്മയോട് ചോദിച്ചു. ഇവിടെ വെച്ചോ, അവിടെ വെച്ച് അതിനി പൂച്ചെങ്ങാനും മറിച്ചിട്ടാ തീർന്നു. ദേവുമ്മ മെല്ലെ കിടന്നുകൊണ്ട് പറഞ്ഞു. വേദു റൂമിലേക്ക് ചെല്ലുമ്പോൾ ദീപു ഉറങ്ങിയിരുന്നു. അവൾ വേഗം ഡോറടച്ച് ബാഗിൽ നിന്നും ഫോൺ എടുത്തു. ഋഷിയുടെ മെസ്സേജ്. വിളിക്കണമെന്നുണ്ട്, പക്ഷെ പറ്റില്ല. ദീപു എങ്ങാനും ഉണന്നാ, ഏട്ടനറിഞ്ഞ. വിളിക്കാൻ കഴിയില്ല ഋഷിയേട്ടാ, ഇങ്ങനെ സംസാരിച്ചാൽ പോരെ. അവൾ ഋഷിക്ക് മറുപടി അയച്ചു. മെസ്സേജ് ശബ്ദം കേട്ടതും ഋഷി വേഗം ഫോൺ എടുത്തു നോക്കി. എന്തിനാ വിളിക്കാൻ പറഞ്ഞേ? ഞാൻ നമ്മുടെ കാര്യം വീട്ടിൽ പറഞ്ഞു. എന്താ പറഞ്ഞേ? ദേഷ്യപ്പെട്ടോ? അവൾക്ക് പേടിയായി. സമ്മതം. എൻ്റെ വേദൂസിനെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായി. അടുത്ത ശനിയാഴ്ച ഞാനും അച്ഛനും വരുന്നുണ്ട് അങ്ങോട്ട് പെണ്ണ് ചോദിക്കാൻ. ഈശ്വരാ, ഒരു വഴക്കും പറഞ്ഞില്ലേ? ഇല്ലെന്നേ, ഒന്നും പറഞ്ഞില്ല. ഞങ്ങൾ വരുന്നതിന് മുമ്പേ നിനക്ക് വീട്ടിലൊന്ന് പറഞ്ഞൂടെ വേദു? എന്നാൽ എല്ലാം എളുപ്പമായേനെ. അയ്യോ, ഞാനോ? ഞാൻ പറയില്ല, എനിക്ക് പേടിയാ. എന്നാ വേണ്ട, ഞാൻ തന്നെ നേരിട്ട് പറഞ്ഞോളാം. പിന്നെ ഡിന്നർ കഴിച്ചോ? ആ. ഋഷിയേട്ടൻ കഴിച്ചോ? കഴിച്ചു. ഋഷിയേട്ടാ, പറവേദു. അത് പിന്നെ ഞങ്ങൾ പാവങ്ങളാ, വലിയ വീടും സ്ഥലവും ഒന്നുമില്ല. അതിനെന്താ? ഒന്നുമില്ല, പക്ഷേ ഋഷിയേട്ടൻ്റെ വീട്ടുകാർക്ക് ഇവിടെയൊക്കെ ഇഷ്ടാവോ? എന്നെ ഇഷ്ടാവോ? എൻ്റെ വേദു, നിന്നെ വിവാഹം കഴിച്ച് ഞാൻ എൻ്റെ വീട്ടിലേക്കല്ലേ കൊണ്ടുവരുന്നേ, അല്ലാതെ നീ എന്നെ വിവാഹം കഴിച്ച് നിൻ്റെ വീട്ടിലേക്കല്ലല്ലോ. ആണോ? അതല്ല ഋഷിയേട്ടാ, ഞാനിപ്പോൾ എങ്ങനെയാ പറയുക? ഇവിടെ അന്വേഷിച്ച ഞങ്ങളെക്കുറിച്ച് ആരും നല്ലത് പറയില്ല. അതിന് ഞാൻ അവിടെ ആരോടൊന്നും അന്വേഷിക്കുന്നില്ലല്ലോ. ഋഷിയേട്ടൻ്റെ അച്ഛൻ അന്വേഷിക്കില്ലേ? അപ്പോൾ എന്തെങ്കിലും മോശമായിട്ടറിഞ്ഞ? മനസ്സിലുള്ളത് അവനോട് തുറന്നു പറയാൻ അവൾക്ക് വല്ലായ്മ തോന്നി. എന്നോട് നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ വേദു? ആ വല്ലായ്മ മനസ്സിലാക്കിയെന്നോണം ഋഷി സൗമ്യമായി ചോദിച്ചു. അത്രമേൽ സമയമെടുത്തൊരു മറുപടി. പറ, എന്താണെങ്കിലും പറ പെണ്ണേ, ഞാനല്ലേ. ഏട്ടൻ എല്ലാവരോടും വഴക്കാ, തല്ലുകൂടും, നല്ല ദേഷ്യമാണ്. പോലീസിനൊന്നും ഒരു പേടിയുമില്ല. പിന്നെ അവൾ എങ്ങനെയോ പറഞ്ഞു തുടങ്ങി. പിന്നെ ഏട്ടൻ എന്തോ പറയാൻ തുടക്കം കുറിച്ചതും അവളുടെ നെറ്റ് പെട്ടെന്ന് ഓഫായി. ഋഷി ഒന്ന് നിശ്വസിച്ചു. എന്തോ കാര്യമായി അവൾക്ക് തന്നോട് പറയാനുണ്ട്, അതവന് മനസ്സിലായി. കിണറ്റിൻ കരയിൽ നിന്നും വെള്ളം കോരി തലവഴി ഒഴിക്കുന്ന ശബ്ദം കേട്ടാണ് വേദു ഫോൺ വേഗം ബാഗിലേക്ക് തന്നെ തിരിച്ചു വെച്ചത്. ഒരു 8-10 പാട്ട വെള്ളം കോരി ഒഴിച്ചു കാണും. പിന്നെ ശബ്ദമൊന്നും കേട്ടില്ല.
സമയം 11 മണിയായി. കുളി കഴിഞ്ഞ് അഴിച്ച വസ്ത്രം അലക്കുകല്ലിൽ നിന്ന് അവൻ തന്നെ കുത്തിപ്പിഴിഞ്ഞ് അയലിൽ വിരിച്ചിട്ടു. മദ്യപിച്ചത് കാരണം നടത്തത്തിലൊരു ആട്ടമുണ്ട്. ഇറയത്തെ അയലിൽ നിന്നും ഒരു പച്ച കള്ളി ഷർട്ടെടുത്ത് ഒന്നാഞ്ഞു കുടഞ്ഞു. അവൻ അത് ധരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. എടുത്തുവച്ച ചോറിലേക്ക് ഇത്തിരി കറി ഒഴിച്ചു. 2 മീനുണ്ടായിരുന്നതിൽ നിന്ന് 1 മീൻ മാത്രം അവൻ അവൻ്റെ പ്ലേറ്റിലേക്ക് എടുത്തിട്ടു. ബാക്കി കറി അതുപോലെ തന്നെ അടച്ചുവെച്ചു. നാടിനും വീടിനും ഗുണമല്ലാത്ത ശൂലം. ദേവൂമ്മ കിടക്കപ്പായിൽ കിടന്നുകൊണ്ട് അവൻ കേൾക്കും വിധം പിറുപിറുത്തു. അത് കേട്ടതായി നടിക്കാതെ അവൻ ഉമ്മറത്ത് തിണ്ണയിൽ പോയിരുന്ന് ചോറ് വാരി കഴിക്കാൻ തുടങ്ങി. ചുവന്ന് കലങ്ങിയ കണ്ണുകൾ, നീണ്ടതെന്നും ചുരുണ്ടതെന്നും പറയാൻ കഴിയാത്തൊരു തലമുടി കഴുത്തറ്റം ഇറങ്ങി വളർന്നിട്ടുണ്ട്. കട്ടിയുള്ള കറുത്ത രോമങ്ങളാൽ തിങ്ങി നിറഞ്ഞ താടിയും മീശയും. വെളുത്തിട്ടാണ്, എങ്കിലും ഒരു കരുവാളിപ്പ് പടർന്ന മുഖം, കട്ടിപ്പുരികങ്ങൾ. വലത് കൈയിലെ ചെറുവിരലിൽ ഒരു വെള്ളി മോതിരമുണ്ട്. കൈത്തണ്ടയിൽ കറുപ്പും ചുവപ്പും നിറമുള്ള ചരട് ചുറ്റി കെട്ടിയിരിക്കുന്നു. ദൃഢമായ വിരിഞ്ഞ നെഞ്ചും ഒത്ത വണ്ണവും നീളമുള്ള രൂപം, തഴമ്പുകൊണ്ട് കട്ടികൂടിയ കൈകൾ. ദേവൂമ്മയുടെ ശാപവാക്കുകൾ അവൻ്റെ കാതിൽ ഇപ്പോഴും കേൾക്കുന്നുണ്ട്. കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണം ഇറങ്ങാൻ എന്തോ പ്രയാസമുള്ളതുപോലെ. അടുത്ത നിമിഷം തന്നെ അവൻ കഴിച്ചുകൊണ്ടിരുന്ന ആ ചോറുമായി മുറ്റത്തേക്ക് ഇറങ്ങി. കയ്യിലെ പ്ലേറ്റ് തോട്ടത്തിലേക്ക് നീട്ടി വീശി. ഒരു വറ്റുപോലും ചിതറാതെ ഒരുമയോടെ തോട്ടിലത് നിലംപതിച്ചു. വാ കഴുകുന്നതിനൊപ്പം തന്നെ ആ പ്ലേറ്റും കഴുകി അവൻ അകത്തെ ടേബിളിൽ തന്നെ അത് തിരികെ കൊണ്ടുവച്ചു. അരയിൽ തിരുകിയ നോട്ടിൽ നിന്നും 500 രൂപയുടെ ഒരു നോട്ടെടുത്ത് പ്ലേറ്റിന് താഴെ വെച്ചു. ശപിക്കുമ്പോൾ ഒറ്റയടിക്ക് തീർന്നു പോവാൻ ശപിക്കമേ, അല്ലേ അതിൻ്റെ കഷ്ടപ്പാട് നിങ്ങൾക്കാ. ഒരു സിഗരറ്റ് കത്തിച്ച് ആഞ്ഞു വലിച്ചുകൊണ്ടവൻ പറഞ്ഞു. പിന്നെ അകത്തെ ഡോറ് വലിച്ചടച്ചുകൊണ്ട് അവൻ്റെ റൂമിലേക്ക് നടന്നു. വാതിലടയുന്ന ശബ്ദം കേട്ടതും ദേവൂമ്മ വേഗം ചെന്ന് ആ രൂപ എടുത്തു. ഏട്ടനൊന്നും കഴിച്ചില്ലമ്മേ, വേദുമെല്ലെ അകത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. എന്നാ നീ പോയി ഇത്തിരി ചോറ് അവന് വാരിക്കൊടുക്ക്, ദേവൂമ്മ ഒരു പരിഹാസം പോലെ പറഞ്ഞു. വേദു റൂമിലേക്ക് തിരികെ കയറി. എന്തോ ഒരു വേദന. അമ്മ മിണ്ടാതിരുന്നെങ്കിൽ ഏട്ടൻ ആ ചോറ് കഴിച്ചേനെ. വേദു മെല്ലെ കോലായിലേക്ക് നടന്നു. തൻ്റെ കട്ടിലിൽ തലയിണയിൽ മുഖം പൂഴ്ത്തി കമിഴ്ന്ന് കിടക്കുകയാണവൻ. ഏട്ടാ, വേദു പേടിയോടെ മെല്ലെ വിളിച്ചു. മറുപടിയില്ല. ഏട്ടാ. എന്താടി? മുരണ്ടൊരു ശബ്ദം. വേദു ഞെട്ടിപ്പോയി. കട്ടനുണ്ടാക്കണോ? അവൾ ഒരു വിക്കലോട് ചോദിച്ചു. വാതിലടച്ചു പോയി കിടന്നുറങ്ങാൻ നോക്കടി, അവൾ എന്നെ കട്ടൻ കുടിപ്പിക്കാൻ വന്നേക്കുന്നു, അവൻ മുഖമുയർത്താതെ ദേഷ്യത്തിൽ പറഞ്ഞു. വേദു വേഗം അകത്തേക്ക് കയറി ഡോറടച്ചു. എന്തേ, ആങ്ങളയ്ക്ക് കട്ടൻ കൊടുത്ത് വിശപ്പ് മാറ്റിയോ നീ? ദേവൂമ്മ അവളെ പരിഹസിച്ചു. വേദു ഒന്നും മിണ്ടിയില്ല. മെല്ലെ റൂമിൽ കയറി വാതിലടച്ചു കിടന്നു. അവന് സ്നേഹം വേണ്ട പെണ്ണെ, അവനെ സ്നേഹിക്കാൻ കൊള്ളില്ല, കള്ളുകുടിയൻ, തെമ്മാടി, ദേവൂമ്മ കണ്ണീരോടെ പിറുപിറുത്തു. വേദുവിന്റെ കണ്ണുകൾ നിറഞ്ഞുപോയി.